അൻവറിന് മുന്നണി പ്രവേശനം അത്ര എളുപ്പമാണോ എന്നാണ് ചോദ്യം. ആന്റോ ഗേസ്. എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ എന്താണ് കോൺഗ്രസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഒരു ധാരണ ഇപ്പോൾ സത്യം പറഞ്ഞില്ല. ഞാൻ ഇന്നത്തെ കാര്യം മാത്രം പറയാം. കെ സുധാകരൻ പറയുന്നു അൻവർ വേണം എന്നുള്ളത്. അൻവറിൻ്റെ കൂടെയാണ്, അൻവറിന് വോട്ടുണ്ട്, അണികളുണ്ട്, അദ്ദേഹത്തെ എടുക്കണം. വി ഡി സതീശൻ ഒറ്റയ്ക്കല്ല തീരുമാനം എടുക്കുന്നത്, ആ കാര്യങ്ങൾ മുന്നണി കൂട്ടായി തീരുമാനം എടുത്തു എന്ന് പറയുന്നു. ഇന്നത്തെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ആരാ പറയുന്നത്? മുൻ KPCC അധ്യക്ഷനായ കെ സുധാകരൻ. ഈ ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PMA സലാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അൻവറെ ഞങ്ങൾ ഓൾറെഡി UDFൻ്റെ യോഗം ചേർന്ന് എടുത്തതാണ് ആണല്ലോ, അത് പ്രഖ്യാപിക്കാൻ വേണ്ടി വി ഡി സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രഖ്യാപിക്കാത്തതിന് കാരണം ഞങ്ങൾക്കറിയില്ല. ആരാ പറയുന്നത്? ഈ പറഞ്ഞ UDFൻ്റെ പ്രധാന ഘടകകക്ഷിയായ ഏതാണ് PMA സലാം. CMBൻ്റെ CP ജോൺ എന്താ പറഞ്ഞതെന്നറിയോ? അൻവറിനെ പോലെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, നിലമ്പൂർ അടിത്തറയുള്ള ഒരു നേതാവിനെ ഈ പറഞ്ഞ UDFൻ്റെ ഭാഗമാക്കി നിർത്തണം. അതാണ് ആര് പറയുന്നത്? CMBൻ്റെ നേതാവായ CP ജോൺ പറയുന്നത്. അത് കഴിഞ്ഞിട്ടോ വേണുഗോപാലിന്റെ പ്രതികരണമുണ്ട്, നമുക്കൊന്ന് കേട്ടുവരാം. നിങ്ങൾ ഈ വിഷയം, നിങ്ങൾക്ക് ഒരുപാട് വിഷയമുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ പറയാതെ അത് നിങ്ങൾ പറയുന്നതല്ലേ, നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. പ്രതികരിച്ചിട്ടില്ല KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം. അവസാനം പറഞ്ഞു കൂടിക്കാഴ്ച നടത്തിയില്ലല്ലോ അൻവറുമായി എന്ന്. അത് നിങ്ങൾ പറയുന്നല്ലേ, നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് PMA സലാം എന്ത് പറഞ്ഞു? ഘടകകക്ഷിയായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഘടകകക്ഷി തീരുമാനിക്കുന്ന UDFൻ്റെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കാൻ ആരെടുത്തു? ഈ പറഞ്ഞ MM ഹസനായിരുന്നു അന്ന് UDFൻ്റെ കൺവീനർ. അദ്ദേഹം അടക്കമുള്ള UDFൻ്റെ ചെയർമാനായിട്ടുള്ള ഈ പറഞ്ഞ വി ഡി സതീശനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് MM ഹസൻ പറഞ്ഞു. അതിനുശേഷം ഒറ്റ കാരണമേ ഉള്ളൂ. എന്ത് കാരണം? ഈ ഹൈക്കമാൻഡിൻ്റെ പെർമിഷൻ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും എന്ന് പറഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം ഉണ്ടെന്ന് പറഞ്ഞ് കോഴിക്കോട് മീറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് വേറൊരു മീറ്റിംഗ്. ആരുടെ മീറ്റിംഗാണ്? സുധാകരൻ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, 3 പേരും MM ഹസനും ഇവർ 4 പേരും കൂടെ ചേർന്നൊരു മീറ്റിംഗ് നടത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? എല്ലാ കാര്യങ്ങളും ഓക്കെയായി 2 ദിവസത്തിൽ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് സൈഡിൽ കൂടെ ലീക്ക് ചെയ്ത് വിട്ടു. എന്ത് ലീക്ക് ചെയ്ത് വിട്ടു? ഘടകകക്ഷിയല്ല, സഹകരണ മുന്നണിയായി കൂടെ നിർത്തുമെന്ന് പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ എന്ത് പറഞ്ഞു? സഹകരണ മുന്നണിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, 2 ദിവസത്തിൽ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? യുദ്ധം വന്നപ്പോൾ വി ഡി സതീശൻ എന്താ വിചാരിച്ചെന്നറിയോ? അയ്യോ ഇനിയിപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ മാധ്യമങ്ങളും വിചാരിച്ചത് അങ്ങനെ തന്നെയാണ്, നിലമ്പൂർ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? നീട്ടിക്കൊണ്ടേ പ്രഖ്യാപിക്കാൻ പറ്റും. പിന്നെ നിലമ്പൂരിനെ കുറിച്ച് ചർച്ചയില്ല, അൻവറിനെ കുറിച്ച് ചർച്ചയില്ല, അൻവർ ഒന്നും മിണ്ടുന്നില്ല, സതീശ് ഒന്നും മിണ്ടുന്നില്ല, കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല. പോയി ഒരു സുപ്രഭാതത്തിൽ 16-ാം തീയതി ഡിഡിം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 26-ാം തീയതി ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? പിന്നെ അണികളായി. അൻവറിൻ്റെ അടുത്തേക്ക് മൈക്കുകളെത്തി, പടപടാന്ന് മൈക്കെത്തി. എന്ത് പറഞ്ഞു? അൻവർ എന്താണോ നേരത്തെ പറഞ്ഞത് എന്താണ്? അൻവർ രാജിവെക്കുമ്പോൾ പറഞ്ഞത് അവിടുത്തെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ആരാണ്? ജോയി ആണെന്നുള്ളത്. ഇപ്പോഴും അൻവർ ആരല്ല? ഘടകകക്ഷിയല്ല, സഹകരണ മുന്നണിയല്ല, UDFുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ നിൽക്കുന്ന അൻവർ എടുത്ത് മൈക്കോണ്ടി ചെന്ന് ചോദിക്കുന്നു ആരാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി? അപ്പോൾ ഞാൻ ആര് സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ല, പക്ഷേ ഇലക്ഷൻ ജോയ്ഫുള്ളായിരിക്കുന്നു. മനസ്സിലാവേണ്ടവനാണെങ്കിൽ മനസ്സിലാക്കാം. ഒരാളും മിണ്ടില്ല. പിറ്റേ ദിവസം രാവിലെ ചർച്ചയോട് ചർച്ച, UDFിൽ ചർച്ച, എല്ലായിടത്തും ചർച്ച. അപ്പോഴും അൻവർ ആരല്ല? UDFൻ്റെ ഘടകകക്ഷിയല്ല. UDFൻ്റെ പുറത്ത് നിൽക്കുന്ന സാധാരണ LDFിലെ ഘടകകക്ഷികളെ പോലെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് കൂട്ടിയാൽ മതി. ആ രാഷ്ട്രീയ പാർട്ടീൻ്റെ ഭാഗമായിരിക്കുന്നു. ഇവർ തമ്മിൽ ഒറ്റ ബന്ധമേ ഉള്ളൂ. പിണറായി വിജയനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി സെപ്പറേറ്റ് UDFൻ്റെ ഭാഗമല്ല. അവരോട് ചോദിക്കുന്നു, അൻവറിൻ്റെ ഈ പറഞ്ഞ ഇദ്ദേഹം ഷൗക്കത്താണ് സ്ഥാനാർത്ഥി എന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ സർക്കാരിനെതിരെ ഏത് ചെകുത്താൻ നിർത്തിയാലും മത്സരിക്കും സർക്കാരിനെതിരെ എന്ന് പറയുന്നു. അപ്പോഴും ആരല്ല? UDFൻ്റെ ഭാഗമല്ല. അത് പറഞ്ഞെങ്കിലും ശേഷമെങ്കിലും UDFൻ്റെ ഭാഗമാക്കാൻ ഇവരിക്കണ്ടേ? കത്ത് കയ്യിൽ മേടിച്ച് വെച്ചിട്ട് 4 മാസമായല്ലോ. എല്ലാ ഘടകകക്ഷി മുന്നണികളെയും ചേർത്ത് പിടിച്ചിട്ട് 4 മാസമായല്ലോ. എല്ലാ ഘടകകക്ഷിയുടെ യോഗം ചേർന്ന് തീരുമാനമെടുത്ത് 4 മാസമായല്ലോ. ഒരക്ഷരം പോലും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് അൻവർ UDFൻ്റെ ഭാഗമല്ല, പുറത്താണ്. അൻവറോട് ചോദിക്കാതെ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, PV അൻവർ TMCൻ്റെ അഭിപ്രായമോ UDFൻ്റെ അഭിപ്രായമോ ഒന്നുമല്ല പറഞ്ഞത്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനേക്കാളും നല്ല സ്ഥാനാർത്ഥിയെ എനിക്ക് തോന്നുന്നത് ആരാണ്? ഈ പറഞ്ഞ ജോയിയാണ്. എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ അഭിപ്രായം മാറ്റി പറയേണ്ട അവസ്ഥ അൻവർ വന്നിട്ടില്ല. കാരണം എന്താ? അൻവർ UDFൻ്റെ ഭാഗമല്ല. അതിനുശേഷം എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കും, നിങ്ങൾ UDFൻ്റെ ഭാഗമായി UDFൻ്റെ ഭാഗമായി എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ
UDFിൻ്റെ ഭാഗമായി എന്നെ ആക്കി കഴിഞ്ഞാൽ UDF ഏത് സ്ഥാനാർത്ഥിനെ നിർത്തുന്നോ ആ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാനുള്ള പണി ഞാൻ എടുക്കും എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു, അതിന് സുധാകരോട് സംസാരിക്കുന്നു, ഈ പറഞ്ഞ VD സതീശനോട് സംസാരിക്കുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. തീരുമാനം പറയാമെന്ന് പറയുന്നു. ഇനി ആകെ 3 ദിവസമേ ഉള്ളൂ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷൗക്കത്തിനെതിരെ പറഞ്ഞതോ? ഷൗക്കത്തിനെതിരെ പറഞ്ഞത് അദ്ദേഹം UDFിന്റെ ഭാഗമല്ല. സാങ്കേതികമായി ശരിയാണ്. ശേഷം നിങ്ങൾ ഒരക്ഷരം പിന്നെ എന്താണ് ഷൗക്കത്തിനെ കുറിച്ചോ ഈ സ്ഥാനാർത്ഥിനെ കുറിച്ചോ പറഞ്ഞാൽ അത് കേൾക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ പറഞ്ഞ ഇദ്ദേഹത്തിനുണ്ട്, PV അൻവറിനുണ്ട്. ഈ സമയം UDFിൻ്റെ ഭാഗമല്ല, UDFിൻ്റെ ഭാഗം ആക്കിയിട്ടില്ല. UDFിൻ്റെ ഭാഗമാക്കണോ എന്ന് UDF ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് VD സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഒരിക്കൽ ഈ UDFിൻ്റെ ഭാഗത്ത് അവർ തമ്മിലുള്ള ഏക ജോയിൻ്റ് എന്താണെന്നറിയോ? UDF അൻവർ തമ്മിൽ ഏക ബന്ധം എന്താണെന്നറിയോ? പിണറായി സത്തിനെതിരെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒന്നിച്ച് സമരം ചെയ്യുന്നു. ഇത് മാത്രമാണ് ബന്ധം. മനസ്സിലായോ? അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയായിട്ട് സമരം ചെയ്തുകൂടെ? ഇവിടെ എത്ര പാർട്ടികളുണ്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്നത്? എല്ലാം UDFിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്നുമല്ലല്ലോ, അവരെല്ലാം ഇടതുപക്ഷത്തിനെതിരെ സമരം ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പാർട്ടിയെ കണ്ടാൽ മതി, നിങ്ങൾ അവരെ കൂടെ കൂട്ടൂ. ഇനി ഞാൻ 2 കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? കേരളത്തിലെ ഏറ്റവും വലിയ, മലബാറിലെ ഏറ്റവും വലിയ, UDFിലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള ഈ പറയുന്ന ലീഗ് ഒരു ബോധമില്ലാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയല്ലേ ഈ പറഞ്ഞ പിന്നെ ഉമ്മൻചാണ്ടിൻ്റെ കൂടെയും രമേശ് ചെന്നിത്തലൻ്റെ കൂടെയും കരുണാകരൻ്റെ കൂടെയും ഒക്കെ മന്ത്രിയായിരുന്ന ആളല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അദ്ദേഹം എത്ര പ്രാവശ്യം ചർച്ച നടത്തി? 5, 6, 7 പ്രാവശ്യം ചർച്ച നടത്തി. ആ 7 പ്രാവശ്യം നടത്തിയിട്ട് ഈ UDFിൻ്റെ ചെയർമാനായ VD സതീശനോട് പറയുന്നില്ലേ, നിങ്ങൾ എടുക്ക്, അസോസിയേറ്റ് എടുക്ക്. ഇന്ന് അൻവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ അറിയോ? ഞാൻ ഒരു സ്ഥലത്ത് ഘടകകക്ഷിയാക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എന്നെ അസോസിയേറ്റ് ആക്കി എന്ന് പറഞ്ഞതു. എന്ത്? ബസ്സിൻ്റെ ഡോറിൽ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. അതാക്കിയതായി പ്രഖ്യാപിക്കണ്ടേ? ഒറ്റ പ്രശ്നം ഇവിടെയുള്ളൂ, അൻവറിനെ പ്രഖ്യാപിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രഖ്യാപിച്ചതിന് ശേഷം അൻവറിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് വീഴ്ച വന്നാലും അത് വലിയ വീഴ്ചയാണ്. എന്ത് വീഴ്ച വന്നാലും, ഈ പറഞ്ഞ ഷൗക്കത്തിനെതിരെ എന്ത് വീഴ്ച വന്നാലും വലിയ വീഴ്ചയാണ്. 4 മാസം ക്ഷമിച്ച ആള് ഒരു 3-4 ദിവസം കൂടെ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ അസോസിയേറ്റ് അദ്ദേഹത്തിന്റെ കൂടുതൽ 10,000-കണക്കിന് അണികളുണ്ട് കേരളത്തിൽ. എത്ര മണ്ഡലം കമ്മിറ്റികളുണ്ട്, എത്ര ബൂത്ത് കമ്മിറ്റികളുണ്ട്? ഇവരെ എല്ലാവരും അടക്കി പിടിച്ച നേതാവിന് നിൽക്കണ്ടേ? ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഏക സ്ട്രോങ് ഹോൾഡ് മണ്ഡലമാണ് ഈ പറഞ്ഞ നിലമ്പൂര്. ബാക്കിയുള്ള CPM-നും കോൺഗ്രസിനും കേരളം മുഴുവൻ മണ്ഡലങ്ങളുണ്ട്. അൻവറിന് ഏക അസ്തിത്വമുള്ള ഏക മണ്ഡലമാണ് പിന്നെ നിലമ്പൂർ. അവിടെ ഒരു ദിവസം മുന്നേ ഇവർ പ്രഖ്യാപിക്കുന്നില്ല, ഈ സ്ഥാനാർത്ഥിനെ നിർത്തി മുന്നോട്ട് പോകണം. ഇന്നും അദ്ദേഹം അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? ഇന്നലെയും മിനിഞ്ഞാന്നും അനുഭവിക്കുന്ന പ്രശ്നം എന്താ അറിയോ? നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളില്ല എന്ന് പറഞ്ഞോളൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഇത് തന്നെയാണ് ആർക്ക് പറയുന്നത്? ഇത് തന്നെയാണ് സുധാകരൻ പറയുന്നത്, ഇത് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ഇന്ന് പുതിയ UDFിൻ്റെ കൺവീനറായ പിന്നെ അടൂർ പ്രകാശ് നമ്മുടെ ബൈറ്റിൽ എന്താ പറഞ്ഞതെന്നറിയോ? ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ഈ പത്രസമ്മേളനം കഴിഞ്ഞ് ആദ്യം നമ്മളോട് പ്രതികരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഈ പറഞ്ഞ PV അൻവർ UDFിൻ്റെ ഭാഗമായി ഉണ്ടാകും. വലിയ കാർഡിൽ നമ്മൾ കൊടുത്തില്ലേ, ഈ UDFിൻ്റെ ഭാഗമായി ഉണ്ടാവും. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അത്ര ബുദ്ധിമുട്ടില്ലല്ലോ VD സതീശൻ അദ്ദേഹം UDFിൻ്റെ പിന്നെ സഹകരണ മുന്നണിയായി എടുത്തു എന്ന് പറഞ്ഞാൽ. അപ്പം കേരളത്തിലെ UDFിൻ്റെ ഒരു ഘടകകക്ഷിക്കും ഇല്ലാത്ത പ്രശ്നമാണല്ലോ ഈ സതീശന്. എന്തിനാണ് ഇദ്ദേഹം വാശി പിടിക്കുന്നത്? എന്താ ഈ വാശി പിടിക്കുന്നത്? ഇനി ഒറ്റ കാര്യത്തോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം എന്താണെന്നറിയോ? ഇനി അൻവർ മോശം പറഞ്ഞു. അൻവർ ഇന്ന് വ്യക്തമായും കൃത്യമായും ആദ്യം തുടങ്ങി അവസാനം വരെ പറഞ്ഞില്ലേ, എല്ലാ കാര്യങ്ങളും വ്യക്തതയോടുകൂടി പറഞ്ഞു. ആകെ ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഞാൻ ഈ UDF നേതാക്കന്മാരിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കാര്യം പറഞ്ഞ് KC വേണുഗോപാൽ. അതെന്താ പറഞ്ഞെന്നറിയോ? UDFിൻ്റെ ഇങ്ങനെ ഒരു ഇലക്ഷൻ പിണറായി വിജയനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ ഉണ്ടാവാൻ കാരണക്കാരനായ ആൾ PV അൻവറാണ്. അദ്ദേഹം രാജിവെച്ചതുകൊണ്ടാണ് ആ സീറ്റ് അവിടെ ഉണ്ടായതെന്ന് എല്ലാവരും മനസ്സിലാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ ധ്വനിയിൽ അദ്ദേഹം വേണമെങ്കിൽ അൻവർ രാജിവെച്ചിട്ട് ഇങ്ങനെ പറയായിരുന്നു, ഞാൻ രാജിവെച്ചിട്ടുണ്ട്, ഞാൻ ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയിലെ ഘടകകക്ഷിയായിരുന്നു, MLA ആയിരുന്നു, ഞാൻ രാജിവെച്ചിട്ടുണ്ട്, ഞാൻ ആ പാർട്ടിയിൽ നിന്ന് വിട്ടു, ഞാൻ UDFിൻ്റെ ഭാഗമായി നിന്ന് ഞാൻ മത്സരിക്കുമെന്ന് പറയായിരുന്നല്ലോ. അദ്ദേഹം ആ മാന്യത കാണിച്ചില്ലേ? ആ സീറ്റ് ആർക്ക് വിട്ടുകൊടുത്തു? ഈ UDFിനും കോൺഗ്രസിനും വിട്ടുകൊടുത്തു. അദ്ദേഹം MLA ആയ കേരളത്തിൽ ആരെങ്കിലും കാണിക്കുന്ന പണിയാണോ അത്? സ്വന്തം പാർട്ടി, സ്വന്തമായി പാർട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് സ്വന്തമുള്ള സീറ്റ് അദ്ദേഹം വിട്ടുകൊടുത്തു. ആർക്ക്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ വേറെ ഒരാൾക്കല്ല, കോൺഗ്രസിന് വിട്ടുകൊടുത്തു. എന്നാൽ ആ കോൺഗ്രസിന് വിട്ടുകൊടുത്തിട്ട് ആ സീറ്റിൻ്റെ മര്യാദ കാണിക്കുന്നില്ല. അദ്ദേഹം അപ്പോഴും വിചാരിക്കുന്നവരെ ഇപ്പം UDF വിചാരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, CPM-ൽ അസ്തിത്വമില്ല, CPM-മായി ഉടക്കി.
ഇപ്പോൾ മറ്റേ പി.വി. അൻവർ പറഞ്ഞാൽ കത്രിക പൂട്ടിട്ട് വെച്ചേക്കാണ്. ഈ സൈഡിൽ പിണറായി വിജയൻ, ഈ സൈഡിൽ വി.ഡി. സതീശൻ, ഇങ്ങനെ വച്ചേക്കാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ഇനി പി.വി. അൻവർ ഇവർ പറയുന്ന പോലത്തെ നിന്നും വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കേണ്ട ഒരാളല്ല എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ ആ ഏരിയയിൽ പോയി അന്വേഷിക്കുമെന്ന്. ഇന്നും എന്താണ് 100-150 ആൾക്കാർ അൻവറിൻ്റെ കൂടെ നടക്കുന്നുണ്ടല്ലോ. അത് ആ നാട്ടിലല്ലേ? നിങ്ങൾ ആളില്ലാതെ അല്ലല്ലോ കാണുന്നത്. കേരളത്തിലെ മാധ്യമപ്രവർത്തനം മുഴുവൻ അവിടെ ഉണ്ടല്ലോ. ആളില്ലാതെ അല്ലല്ലോ കാണുന്നത്. ഞാൻ പറയുന്നത് ഒരാളെ അവഹേളിക്കുന്നതിന് പരിധിയുണ്ട്. ആ അവഹേളിക്കുന്നതിന് പരിധിക്ക് അപ്പുറം നിന്ന് അദ്ദേഹം പ്രതികരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കെ.സി. വേണുഗോപാലുമായി ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന് കേരളത്തിലെ UDF നേതാക്കന്മാരെല്ലാം മോശക്കാരാണെന്ന് പറയുന്നില്ലല്ലോ. അദ്ദേഹം എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞു. അവരെല്ലാവരും വിചാരിച്ചിട്ട് നടക്കുന്നില്ല. സുധാകരൻ വിചാരിച്ചറിയിച്ചില്ല, മുരളീധരൻ വിചാരിച്ച് നടക്കുന്നില്ല, രമേശ് ചെന്നിത്തല വിചാരിച്ച് നടക്കില്ല, അടൂർ പ്രകാശ് വിളിച്ചറിയിക്കുന്നില്ല, KPC പ്രസിഡന്റ് വിചാരിച്ച് നടക്കുന്നില്ല. ആരാണ് ഇതിലെല്ലാം ഉടക്കി വെക്കുന്നത്? ഈ പറഞ്ഞ വി.ഡി. സതീശനാണ്. അപ്പം എൻ്റെ മുന്നിൽ ആകെയുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ കെ.സി. വേണുഗോപാലാണ്. ഞാൻ അദ്ദേഹത്തിന് വിശ്വാസം അർപ്പിക്കുകയാണ്. അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പരിപാടി അവസാനിപ്പിച്ചു. എത്ര വ്യക്തമായ ആൻസറാണ്. അതിന് മറുപടി ഇവർ പറഞ്ഞാൽ മതി. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? ഒരു മുന്നണി എടുക്കുമെന്ന് പറയും, ഒരു മുന്നണി എടുക്കില്ല എന്ന് പറയും, ഒരു ഘടകകക്ഷി എടുക്കുമെന്ന് പറയും, അടുത്ത നേതാവ് എടുക്കില്ല എന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ അർത്ഥമാണിത്? അപ്പോൾ ശക്തമായ രീതിയിൽ അൻവർ എടുക്കുമോ നമുക്കറിയില്ല. കാരണം ഇവരൊക്കെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാം. പക്ഷെ ഒരു കാര്യം ഓർത്ത് എന്താ അറിയോ? ഇടതുപക്ഷത്തിൻ്റെ ഈ പറയുന്ന നിലമ്പൂർ ഇലക്ഷൻ തോറ്റിട്ടുണ്ടെങ്കിൽ, കോൺഗ്രസ് തോറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ വി.ഡി. സതീശനും ഇല്ല, പ്രതിപക്ഷ നേതാവും ഇല്ല. ആ കാര്യത്തിൻ്റെ കാര്യം അവസാനിച്ചായി. ഇനി നേരെ തിരിച്ചാണ്. ഈ പറഞ്ഞ അൻവർ ഇല്ലാതെ ഈ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ വി.ഡി. സതീശൻ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊരു നേതാക്കന്മാരും ഉണ്ടാവില്ല. ഇതാണ് ഇപ്പോൾ അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്.